കീനോട്ട് ചെയ്യേണ്ടത് പ്ലാൻ ഞങ്ങൾ ആരെങ്കിലും എടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ടീച്ചർ എന്ന് തന്നെ എല്ലാവരും വിളിക്കുക, ടീച്ചറായിരുന്നോണ്ട്. ടീച്ചർമാർക്ക് പേരെപ്പോഴും അങ്ങനെയാണല്ലോ, ടീച്ചർ ചെയ്താൽ മതി കീനോട്ട്, ഞാൻ പ്ലാൻ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ദൂരെ നിന്ന് വന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ പ്ലാൻ പറഞ്ഞു തന്നതിന് നല്ലൊരു കൈയ്യടി. പേര് പറഞ്ഞു രാജശ്രീ എന്നാണ്. ഇവിടെ എൻ്റെ രാമപുരത്താണ് വീട്. സാറ് പറഞ്ഞു ട്രിവേണ്ടത്താണ്, ഞാൻ മലപ്പുറംകാരിയാണ്. രാമപുരത്താണ് വീട്. രാമപുരത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരിക്കെ ഈ ഉൽപ്പന്നങ്ങളും ഈ ഒരു അവസരം എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നത്. ഇന്ന് കമ്പനിയുടെ ടോപ്പ് 10 എക്സിക്യൂട്ടീവ് ഡയമണ്ട് പൊസിഷനിൽ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഡയമണ്ട് രാമോഹൻ സാറാണ്. അദ്ദേഹത്തോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നത്. എന്തുകൊണ്ട് നന്ദി പറയുന്നത് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ഇന്ന് ചിങ്ങം 1 അല്ലേ, മലയാളികളുടെ പുതുവർഷമാണ്. സത്യത്തിൽ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷെ പല മലയാളികൾക്കും അത് അറിയില്ല. നമ്മൾ മലയാള മാസം പറയുമ്പോൾ പോലും മേടം ഇടവെന്നാ പറയാ, പക്ഷെ ചിങ്ങം കന്നി എന്നാണ് പറയുന്നത്. ജനുവരിയുടെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ചിങ്ങമാസം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചിങ്ങമാസം തിരഞ്ഞെടുക്കാറുള്ളത്, കല്യാണമായാലും ഗൃഹപ്രവേശമായാലും. അപ്പൊ ഇന്ന് ഇവിടെ വന്ന പുതിയ വ്യക്തികള് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, ഒന്ന് സഹകരിക്കൂ. ആദ്യമായിട്ട് ഇൻഡസ്ട്രിയുടെ പ്ലാൻ കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പുതുതാണ്, ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ, ഒന്ന് കൈ കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് നല്ലൊരു കൈ കൊടുക്കുക. കാരണം ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ പറയാണ്, ചിങ്ങമാസം ഏറ്റവും നല്ല മാസമാണ് എന്ത് തുടങ്ങാനും എന്ത് ചെയ്യാനും ശുഭപ്രവൃത്തികൾക്ക് പറ്റുന്നത്. അപ്പം നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ID ഉറപ്പ് വരുത്തിയിട്ട് പോവുക, സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുക. കാരണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്നും വേണ്ട, നമ്മുടെ പ്രൂഫ് മാത്രമേ വേണ്ടൂ. ആപ്ലിക്കേഷൻ ഫോം സൈൻ ചെയ്ത് എനിക്ക് എന്തായാലും ഒരു ID വേണം, ഞാൻ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോവുക. ചെയ്യുന്നതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം, അത് ഞാൻ പറയില്ല. പക്ഷെ തുടങ്ങാൻ നല്ലൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ടീച്ചറായിട്ടാണ് വന്നത്, ബിസിനസ് അറിയില്ല. നേരത്തെ ശ്രീജിത്ത് സാർ പറഞ്ഞ പോലെ മോട്ടുസൂചി വിറ്റ പരിചയം കൂടി ഇല്ല. പക്ഷേ ഈ വൈബ്രന്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അതെന്നെ ബിസിനസ് പഠിപ്പിച്ചു. എൻ്റെ ലീഡേഴ്സ്, ഈ ഒരു ഓർഗനൈസേഷൻ, നേരത്തെ ഗോപൻ സാർ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയുടെ അഭിമാനം. അതായത് സത്യം പറഞ്ഞാൽ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നോക്കിക്കാണുന്ന ലെജൻഡറി ലീഡർ എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്ത് എന്താ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആളാണ് സുജിഖാൻ സർ. അദ്ദേഹത്തിന്റെ ടീം SK എന്നുള്ള ഓർഗനൈസേഷനിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ വളരെ സേഫ് ആയിരുന്നു. രാമോഹൻ സാർ നയിക്കുന്ന ആ ടീമില് വളരെ നന്നായിട്ട് തന്നെ ഞാൻ പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ലേഡി ഫസ്റ്റ് മില്യണറായി, ലേഡി മില്യണറായി എന്നൊക്കെ പറഞ്ഞ, ഫസ്റ്റ് ലേഡി പേളായി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ എൻ്റെ കഴിവല്ല, അത് ടീം വർക്കിന്റെ പവറാണ്, ഈ ഓർഗനൈസേഷന്റെ പവറാണ്. ആ ഒരു സിസ്റ്റത്തിന്റെ പവർ കൊണ്ട് ഇതൊക്കെ നേടാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ 5-6 വിദേശ രാജ്യങ്ങളിലൊക്കെ 10 പൈസ ചെലവില്ലാതെ ഒരു സാധാരണ വില്ലേജിലത്തെ ഒരു ടീച്ചർക്ക് ഒരു പാസ്പോർട്ട് പോലും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, എനിക്കൊരു വണ്ടി പോലും വേണ്ട. അങ്ങനെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വീട്ടിലേക്ക് വരാം, അങ്ങനെ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്കൊരു പാസ്പോർട്ടൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നു എന്നുള്ള കാരണം കൊണ്ട് 5-6 വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇപ്പൊ ഇതിൽ ചിത്രത്തിൽ കാണിച്ച കുറെ രാജ്യങ്ങളിലൊക്കെ എനിക്ക് പോയി വരാൻ കഴിയും. പറയണം, എത്ര ആള് വിശ്വസിച്ചു ഇതൊക്കെ കിട്ടുമെന്ന്? സത്യസന്ധമായിട്ട് പറയണം. എത്ര കുറച്ച് മുമ്പേക്ക് തുടങ്ങിയ കോട്ടിട്ടവരൊക്കെ കൈ വന്നിരിക്കും. താങ്ക് യു. എന്തായാലും ഞാൻ ആദ്യം വിശ്വസിച്ചില്ല, ഞാൻ ചിരിച്ചു. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ നടക്കും. ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ചാൽ ഇതൊക്കെ നടക്കും, ഇതൊക്കെ ഉണ്ടാവും. പല കമ്പനിക്കാരും പലതും പറയും, അവസാനം ഇതൊക്കെ പണിയെടുക്കണ ഒരു വിഡ്ഢികളാവുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യസന്ധമായിട്ട് പറയണം, നമ്മുടെ കമ്പനി തരുന്ന ട്രിപ്പുകൾ, നേരത്തെ സാറ് പറഞ്ഞ പോലെ 7 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളിൽ, അതും സ്ത്രീകൾക്ക് സേഫായിട്ട്, നമ്മളെ കാര്യം നമ്മൾ ഒറ്റയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിലും നമ്മളുടെ എല്ലാ കാര്യവും A to Z കാര്യങ്ങൾ കമ്പനി വളരെ സേഫായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടു. അതാണ് എന്നെ ഇതിൽ ഏറ്റവും അധികം ആകർഷിച്ച കാര്യം. ഇന്നിപ്പോ സാറ് പറഞ്ഞു, എനിക്കിപ്പോ കാറും ഇതൊന്നിപ്പോ ജെൻസിനാകുമ്പോ കാറും ഇതൊക്കെ ക്രേസാണ്. എനിക്ക് യാത്രകൾ എനിക്കിഷ്ടമാണ്, പക്ഷെ വണ്ടികളോടൊന്നും ഇത്ര കമ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഓർണമെന്റ്സ് ഇഷ്ടമായിരുന്നു. ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഇടയില് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും. ഞാനും അങ്ങനെ ഒരു ടീച്ചറായിരുന്നു. എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ നമ്മുടെ ശമ്പളത്തിൽ എല്ലാം കൂടി തട്ടിക്കഴിച്ച് കിട്ടുമ്പോൾ തന്നെ കുറച്ചേ കിട്ടുള്ളൂ. ശമ്പളമൊക്കെ വലിയ ശമ്പളം പറയും, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോൾ കഴിഞ്ഞ് കിട്ടുന്നത് അതിന്റെ പകുതി കൂടി ഉണ്ടാവില്ല. പ്രാരബ്ധം പറയല്ല സൈദലി സാറ് എന്നെ നോക്കുകയാണ്, ടീച്ചർ എത്രയും പ്രാരബ്ധം ഞങ്ങളോട് പറയുന്നത്. ഇവിടെ പലരുടെ മനസ്സിലിട്ടിപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പറയുമ്പോൾ വലിയ
പരിധി ഉണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ അടവുകൾ എന്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെലവാക്കാൻ വളരെ ചെറിയ സംഖ്യ ജോലിക്കാരെ കയ്യിലുണ്ടാവുള്ളൂ. തെറ്റല്ല, കാരണം നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യം ചെയ്യണ്ടേ, മക്കളെ പഠിത്തം എല്ലാം ചെയ്യണ്ടേ. അപ്പൊ നമ്മളെ ഇഷ്ടങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ പറയും, ഇന്നൊരു സ്ത്രീ ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകാനില്ല. എൻ്റെ അനുഭവത്തിൽ പറയാണ്, വീട്ടിലത്തെ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, ഒരു നെക്ലേസ്, ഒരു ഇന്നിപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ ഗോപൻ സാറിന് സ്വർണ്ണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, വെളിച്ചെണ്ണയെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലാണ് സാറ് പറഞ്ഞത്. സത്യമാണ്, ഞാനൊന്ന് വാങ്ങിയ ആളാണ്, കാരണം ഓണമൊക്കെ വരില്ലേ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എല്ലാ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? മലയാളികൾക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല നമുക്ക്. അപ്പോൾ പക്ഷെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. അതുപോലെ നേടിയെടുക്കാൻ ഈ അവസരം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 10-15 ലക്ഷം രൂപ വിലയുള്ള ഒരു ബ്രാൻഡ് ന്യൂ കിയ ഏറ്റവും പ്രധാനം. വാങ്ങിയത് മാത്രമല്ല, ഞാനൊന്നും എൻ്റെ ജന്മത്തിലൊരു കാർ ഡ്രൈവ് ചെയ്യുന്നത് വിചാരിച്ചിട്ടില്ല. കാരണം കുട്ടിക്കാലത്തൊരു സൈക്കിൾ പോലും ചവിട്ടിയിട്ടില്ല. അത് അങ്ങനത്തെ ഒരു അത്രയും വളരെ സാധാരണക്കാരെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പുതിയ വ്യക്തിയോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവങ്ങളോട് പറഞ്ഞത് എന്തിനാണ് ചോദിച്ചാൽ, ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത വ്യക്തികൾക്ക് പോലും ഇതിൽ വന്നിട്ട് ഈ സിസ്റ്റത്തിൽ നിന്നപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിച്ചു. അത് പറയാനല്ല, നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് മറ്റുള്ളവരോട് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സാറിന്റെ പ്രസന്റേഷനിൽ പറഞ്ഞു, ഒരു 5 സ്റ്റാർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ബിസിനസ്. എന്താണ് 5 സ്റ്റാർ എന്ന് ഞാൻ പറയാം. 5 സ്റ്റാർ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമതായിട്ട് കമ്പനിയെ കുറിച്ച് നമ്മൾ പഠിക്കും. കമ്പനിയെ കുറിച്ച് സാറ് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇത്രയും സർട്ടിഫിക്കേഷൻസ് ഉള്ള കമ്പനി, ഒരു സർക്കാർ, അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്പനിക്ക് ബെസ്റ്റ് കമ്പനി എന്നുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ ലീഗൽ അല്ലാത്ത ഒരു കമ്പനിക്ക് കൊടുക്കൂ. അത് മാത്രം, അത് ഞാൻ ചോദിക്കുള്ളൂ. കൊടുക്കൂ? കൊടുക്കില്ല. GST അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ലീഗൽ അല്ലാത്തൊരു കമ്പനിക്ക് കൊടുക്കൂ. അപ്പൊ കമ്പനി ലീഗലാണ്. ലീഗൽ അല്ലാത്തൊരു ബിസിനസ് ഇത് പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെ എൻ്റെ സ്വന്തം നാട്ടിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും നമുക്ക് ലീഗൽ അല്ലാണ്ട് അങ്ങോട്ട് ഓടിപ്പോകാനൊന്നും പറ്റില്ല. ശരിയല്ലേ? ഗോപൻ സാറ് പറയാൻ ശരിക്കും ഞാൻ തിരുവനന്തപുരംകാരൻ, പക്ഷെ സാറ് നമ്മളെ നാട്ടുകാരനെ പോലെ കേട്ടോ. തിരുവനന്തപുരത്ത് ആടെ വീടെന്ന് മാത്രമേ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ നാട്ടുകാരൻ ഒരാളായിട്ട് തന്നെ ചെയ്യുന്നത്. എന്തായാലും സ്വന്തം നാട്ടിലൊന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലീഗലായി ബിസിനസ് ചെയ്യാൻ പറ്റും. 100% ലീഗൽ. ഒരു ഹൈക്കോടതി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക്, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്, ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം ഒരു കാരണവശാലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇന്ന് ആരും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലത്തെ പോലെയല്ല, എല്ലാം വിരൽത്തുമ്പിലാണ്. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ ഒരാൾക്ക് സെർച്ച് ചെയ്തിട്ട് എന്നോട് പറയാം, ടീച്ചർ ഇതിലില്ലല്ലോ ഇൻഡസ്ട്രിയുടെ പേര്. അപ്പോൾ ഇവിടെ ഒരാളും പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. ഉള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ ലീഗൽ കമ്പനി, സർട്ടിഫൈഡ് കമ്പനി, 12 വർഷം പിന്നിട്ട കമ്പനി. ഇന്ന് ഓൾ ഓഫ് ഇന്ത്യ നോക്കിയാൽ 12 വർഷം വിജയകരമായി പൂർത്തീകരിച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇത്രയും ഗ്രോത്ത് ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ കാണാൻ പറ്റില്ല. 10 വർഷം കഴിഞ്ഞാൽ ഒരു കമ്പനി പിന്നെ 100 വർഷം പോകുന്നതാണ് ചരിത്രം പറഞ്ഞിട്ടുള്ളത്. എല്ലാ റെക്കോർഡുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി 100 വർഷം പോവും. ബിയോണ്ട് 21st സെഞ്ചുറി പോകുന്ന കമ്പനി അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരു ഉറപ്പായിട്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, ഇത് ചെയ്തോന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക. കമ്പനി ബെസ്റ്റ് കമ്പനി. 600ാം വീക്ക് സെലിബ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് അതിലേക്ക്. കേരളത്തിലെ 600ാം വീക്ക് സെലിബ്രേഷൻ 24-ാം തീയതി എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. മലപ്പുറത്തെ സെലിബ്രേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. നിങ്ങൾ ചിലരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മുഖം കാണുമ്പോൾ കാണുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മൾ മലപ്പുറത്ത് വെച്ച് നടത്തി. അത്രയും ബെസ്റ്റ് കമ്പനി. പിന്നെ പ്രൊഡക്റ്റ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മുഴുവൻ പറയാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നിങ്ങളെ വിളിച്ച വ്യക്തിയോട് ചോദിക്കുക. ബ്രോഷറുകൾ ലഭ്യമാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബ്രോഷർ മേടിക്കാം, അതേപോലെ നേരിട്ട് പേപ്പറിൽ മേടിക്കാം. അത് വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ. 5 പ്രൊഡക്റ്റ് ആണുള്ളത്. ഐപൾസ്, ഐകോഫി, ഐഗ്ലോ, ഐകെയർ ആൻഡ് ഐസ്ലിം. ഇൻഡസ്ട്രി അറിയില്ലെങ്കിലും ഐകോഫി അറിയാത്തവരും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. 10 വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് സാധാരണ കാപ്പി, ഷുഗർ ബാലൻസ് കാപ്പി. ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മെഡിസിൻ അല്ല, വെൽനസ് വിഭാഗത്തിൽ പെടുന്നതാണ്. നേരത്തെ സാറ് പറഞ്ഞു, പ്രിവെൻഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ആരോഗ്യത്തോട് ജീവിക്കാൻ പറ്റും. ഇനി രോഗമുള്ളവർക്ക് കഴിക്കാം, അവർക്ക് മരുന്നിന്റെ ഒപ്പം ഏത് മരുന്നിന്റെ ഏത് ട്രീറ്റ്മെന്റിന്റെ കൂടി ഉപയോഗിക്കാൻ പറ്റും. കാരണം
ഇതിന് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകളും ഇല്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം എടുത്ത് ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാവരും. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്ത് അറിയാം. ഓരോന്നിനും സെപ്പറേറ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഐപ്പൾസ് എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള മൾട്ടി ഫ്രൂട്ട് ജ്യൂസാണ്. കൊച്ചു കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന, ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നത്. ഇപ്പം മഴയൊക്കെയുള്ള കാലമാണ്, തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി പവർ എല്ലാവർക്കും വേണം, കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐഗ്ലോ എന്ന് പറഞ്ഞ ന്യൂട്രി കോസ്മെറ്റിക് ആണ്. ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട്. സൗന്ദര്യം എല്ലാവർക്കും, ലേഡീസിന് മാത്രമല്ല ജെൻസിന് സൗന്ദര്യം ഇഷ്ടമാണ്. ഉള്ളിലേക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് സൗന്ദര്യത്തോടു കൂടി നല്ല ഒരു തൊലി, അതായത് പുറത്ത് പരട്ടിയിട്ട് കഴുകി കളയുന്നതല്ല, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഐ കെയർ. അതെനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു കമ്പനി വെക്കുന്നത്. അത് നമ്മുടെ ഇൻഡസ്ട്രി വേണം. ഒരു കമ്പനി 35 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും നിർബന്ധമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹോർമോൺ ഇംബാലൻസിങ്. ഹോർമോൺ ഇംബാലൻസിങ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ല, ടെസ്റ്റിലൊന്നും അത് അറിയാൻ പറ്റില്ല. നമുക്ക് പല പല പ്രത്യേകതകളും, ഈവൻ ഡിപ്രഷൻ വരെ പോകുന്ന സ്റ്റേജിൽ ചില സ്ത്രീകൾ എത്താറുണ്ട്. ആൻസൈറ്റി ഉണ്ടാവാറുണ്ട്, പിന്നെ ജോയിന്റ് പെയിൻ ഉണ്ടാവാറുണ്ട്, പിന്നെ സ്റ്റൊമക് സംബന്ധമായിട്ടുള്ള പ്രശ്നം, യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടും. പലരും പുറത്ത് പറയാറില്ല. ക്ഷീണം എന്തൊക്കെ ആയിട്ട് കുറച്ചിനൊക്കെ കടന്ന് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ, അഹോരാത്രം പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐ കെയർ. അത് പിന്നെ ജ്യൂസ് രൂപത്തിലാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മി ബാർ. പലരും ചിന്തിക്കും ഞാനിപ്പോൾ അത്ര തടിയൊന്നുമില്ലല്ലോ, പക്ഷെ നിങ്ങൾ ഹൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ വെയിറ്റിന് ചേർന്ന ഹൈറ്റ് അല്ല നിങ്ങളെങ്കിൽ നിങ്ങൾ ഹെൽത്തി വെയിറ്റിലല്ല. കൂടുതലും കുറഞ്ഞാലും പല പല രോഗങ്ങളും നിങ്ങളെ തേടി വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മി ബാർ. ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് സൈറ്റിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾ വിളിച്ച വ്യക്തിയോട് ചോദിക്കാം, ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റുകളെല്ലാം 100% ഗ്യാരണ്ടി, ആയുഷ് പ്രീമിയം സർട്ടിഫൈഡായിട്ട് പുറത്തേക്ക് നമുക്ക് കൊടുത്തയക്കാൻ പോലും യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ. അതിലും ഇത് എനിക്ക് പറയാനറിയില്ല. US-ലുള്ള ആളുകൾ വരെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ ഇത് പല ആളുകൾ നിങ്ങൾ പറയും ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ പോയി ചെയ്തു, ഇവിടെ പോയി ചെയ്തു. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളെ വിളിച്ച വ്യക്തിയുടെ കുറ്റമല്ല, അവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വ്യക്തമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. അത് ഒരാളുണ്ടാക്കിയതല്ല, വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ലീഡേഴ്സ് എല്ലാവരും ചേർന്നിരുന്ന്, അതായത് VAC എന്ന് പറയുന്ന നമുക്കൊരു വിവാഹ അഡ്വൈസറി കൗൺസിലുണ്ട്, അവർ ചേർന്നിരുന്നുകൊണ്ട് അവരാണ് നമുക്ക് വേണ്ടി സ്ലൈഡുകൾ തയ്യാറാക്കുന്നതും ട്രെയിനിങ് മൊഡ്യൂൾ തയ്യാറാക്കുന്നതും. അങ്ങനെയുള്ള വ്യക്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ള കമ്പനി. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ? അതാണ് ചിലവരുടെ പ്രശ്നം, അല്ലേ? അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നത്. കാരണം ശക്തമായ ഒരു ഓർഗനൈസേഷൻ, ലീഡേഴ്സ് അടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല. ഇനി ഇത് ചെയ്യാൻ ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണം. കാരണം ഇനിയും കണ്ടെത്താത്തവരോട് എൻ്റെ ഒരിക്കലും ചോദ്യം ചോദിക്കാനുണ്ട്. ഓഗസ്റ്റ് 15 കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 75 വർഷത്തിലധികം കഴിഞ്ഞ് 80 വർഷത്തോളം ആവാറായി. ഇന്നും ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണ്? ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാര് എങ്ങനെ നടക്കുന്നുണ്ട്? പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നുണ്ട് തീരെ ചുറുചുറുക്കില്ലാത്ത എന്ന് പറഞ്ഞാല് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുടെ മുഖത്തോടു കൂടി ഇരിക്കുന്ന 25-കാരൻ 22-കാരൻ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അത്രയും ആളുകൾ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ കാർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളെ കറക്റ്റായിട്ട് ഗ്രാജുവേഷനും ബാക്കിയുള്ള എഡ്യൂക്കേഷനും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റിനോ ഈ പ്രൈവറ്റ് സെക്ടറിനോ ഒന്നും സാധിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സർക്കാർ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു പാഠ്യവിഷയമാക്കി മാറ്റി അതിലൂടെ കൂടുതൽ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അടുത്ത ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ്. ഒരോണം വരുന്നുണ്ട്, കുറേ ഓണം കഴിഞ്ഞു, അല്ലെ? ഇവിടെ ഇപ്പം 40 ഓണവും 30 ഓണം 35 ഓണം 50 ഓണം 60 ഓണം 70 ഓണം ഒക്കെ ഉണ്ട് ആൾക്കാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഓണം ഓഫറുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പേജ് മറച്ചു വെക്കുകയല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒന്ന് തുറന്ന് നോക്കാറുണ്ടോ? ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരത് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാലും അത് മാറ്റി വെക്കും. കാരണം കണ്ടു കഴിഞ്ഞാൽ എന്താണ്?
ആ വഴിക്കേ പോവില്ല. എന്താ കാരണം? ആ വഴിക്കേ പോവില്ല. പോയി കഴിഞ്ഞാൽ അവിടെ ചെലവാക്കാൻ നമ്മളെ കയ്യിൽ പണമില്ല. ഓണക്കോടി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. എന്താ കാരണം? ഞാൻ എടുത്തുകൊണ്ട് വരാം. ഫാമിലി കൊണ്ട് ധൈര്യമായിട്ടൊരു കടയിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയാൻ എത്ര ആളുകൾക്ക് ധൈര്യമുണ്ട്? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഈ ഹോളിൽ ഇല്ല. അതാണ് സത്യം. അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ എന്താണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർ എന്നോട് പറയാത്ത തർക്കത്തിന് വേണ്ടി എനിക്ക് അങ്ങനത്തെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ വളരെ സിമ്പിളാണ്. എനിക്കിങ്ങനെ ചെറിയ സാധനങ്ങൾ അത്ര വലിയ എനിക്കൊരു കോസ്റ്റ്ലി ഒന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. സിമ്പിളായിട്ട് ജീവിക്കാൻ നല്ലത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണോ അഭിപ്രായം? നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയാണോ അഭിപ്രായം? നിങ്ങളുടെ വൈഫിന് അതാണോ അഭിപ്രായം? അല്ല എന്ന് ഇവിടെ സ്ത്രീകൾ ഉറപ്പിച്ച് പറയണ്ടേ. ആഗ്രഹിക്കുന്നത് തെറ്റല്ല. ആ കാലഘട്ടം കഴിയും. ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്, അത്യാഗ്രഹം ആപത്താണ്, അതിമോഹം ചക്രം ചവിട്ടുന്നൊക്കെ ഞാൻ കോപ്പി എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്നപ്പോൾ ഞാനത് നിർത്തിയേക്കും. 3 കൊല്ലം പാർട്ട് ടൈമായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാൻ ആ കോപ്പി എടുത്ത് നിർത്തി. കാരണം ആഗ്രഹിക്കണം. കാരണം നമ്മുടെ പ്രസിഡന്റാണ് ആദ്യമായിട്ട് അത് കുട്ടികളെ പഠിപ്പിച്ചത്, അല്ലെ? ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവണം, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുത്തിട്ട് അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവരുത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം സാർ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. മനസ്സിലാക്കുക. അന്ന് തുടങ്ങി ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങി. മാറി ചിന്തിച്ചു. ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈ ഓണം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കാൻ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓണം ആഘോഷിക്കും. നമുക്കത് മതവും ജാതി ഒന്നുമില്ല. എല്ലാവരും ആഘോഷിക്കും. പെരുന്നാളാകുമ്പോൾ ഞാനും പോയി ഡ്രസ്സ് എടുക്കാറുണ്ട്. കാരണം ഡ്രസ്സ് എടുക്കാൻ ഒരു ചാൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. സദ്യ കഴിക്കാൻ ഒരു ചാൻസിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മൾ പെരുന്നാൾ നന്നായിട്ട് ആഘോഷിച്ചു. കാരണം ആഘോഷങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. കൊറോണ കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ അക്കൗണ്ടിൽ പൈസ ഒന്നും കടന്നൊരു കാര്യമില്ല. നന്നായി ജീവിച്ച് ആസ്വദിച്ച് അത്രയും കാലം ഉണ്ടാവും. എന്നാൽ ഇനി അടുത്ത കൊറോണയുടെ അപ്പുറത്തുനിന്ന് പോലെ നമുക്കറിയില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് അന്ന് തീരുമാനമെടുത്ത് എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യണം. എൻജോയ് ചെയ്യണമെങ്കിൽ പണം വേണം. പണമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്. ജീവിതത്തിൽ എല്ലാം ഉണ്ടാകണമെങ്കിൽ പണം എല്ലാമാണെന്ന് ഞാൻ പറയില്ല. പണത്തിലും മൂല്യമുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് നല്ല ഒരു ജീവിതം കൊടുക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ. നല്ല ഒരു തീരുമാനം എടുക്കുക. ഈ ഓണം എങ്ങനെയായാലും അടുത്ത ഓണത്തെങ്കിലും ആ ടീച്ചർ പറഞ്ഞ വാചകം വെച്ചിട്ട് ഞാൻ എൻ്റെ ഫാമിലിനെയും കൊണ്ട് ധൈര്യമായിട്ട് കയറി ഒരു സാധാരണ ടെക്സ്റ്റൈൽ മതി, വലിയ ടെക്സ്റ്റൈലൊന്നും വേണ്ട. സാധാരണ ടെക്സ്റ്റൈലില് മാക്സിമം എത്ര രൂപ ഒരു സാരിക്ക്? ഒരു സാരിക്ക് ഒരു ചുരിദാറിന് എത്ര വരും? ചിന്തിച്ചു നോക്കൂ. ഒരു കടയിൽ പോയിട്ട് മാക്സിമം എത്ര വരും നോക്കുക. അത് അവരോട് അത് വില ഏത് വേണമെങ്കിൽ എടുത്തോളാൻ പറയാം. ആ വില അങ്ങനെ മറിച്ച് നോക്കിയിട്ട് എടുക്കണ പരിപാടി ഞാൻ നിർത്തി എന്നൊരു തീരുമാനം എടുക്കുക. തീരുമാനം നിങ്ങളുടേതായിരിക്കണം. അത് വേറെ ആൾക്ക് വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലത്തെ ആൾക്കാർ നമ്മളെ കുട്ടികളെ നോക്കണം ചെയ്യും, അല്ലേ? അത് നമുക്ക് പറ്റിയ പരിപാടിയില്ല. നമ്മളെ കാര്യം നോക്കേണ്ടത് നമ്മളാണ്. നല്ല ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ എന്തിനാണ് ഈ ലോകത്ത് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിരിക്കണം. എന്നാലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. എൻ്റെ വാക്കുകൾ അതിന് നിങ്ങൾക്ക് പ്രചോദനമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും എനിക്ക് ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിഷ് യു സക്സസ്. See you in